ശാന്തി ചെയ്തു വെച്ച ഒരു സാധനം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പിന്നെ എന്താ നമ്മുടെ ഡ്രൈവറെ കൊണ്ടുവന്നിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിയാമണിയുടെ ക്യാരക്ടർ വന്നിട്ട് അത് ചോദിച്ച് അതിന്റെ ഇത് മാറ്റിക്കളഞ്ഞത് ഭയങ്കര രസമായിരുന്നു. ഞാനത് ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സാധനമാണ്. ഓരോ ചെറിയ ചെറിയ ചോദ്യങ്ങളിലൂടെ അത് മാറ്റിക്കളഞ്ഞത്. ഈ വക്കീലന്മാരുടെ കുരുട്ടുപത്തി വക്കീലന്മാരെ നമുക്കറിയാലോ. ഈ പറഞ്ഞപ്പോൾ ആകാരം മറ്റേ ലാലേട്ടൻ ചോദിക്കുന്നില്ലേ, കേട്ടോന്ന് ചോദിക്കാം. ആ പോലീസുകാരന് അങ്ങനെ ജഡ്ജിയുടെ മുമ്പ് വെച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അയാൾ പക്ഷെ പതിനെട്ട് പറയാതിരിക്കാനും വയ്യ. പറ്റില്ല. കാരണം അങ്ങനെ നമ്മൾ ഒരാളോട് നിങ്ങൾ കേട്ടില്ലേ എന്ന് വെച്ചാൽ കേട്ടില്ലേ പറയാന്ന് വെച്ചാൽ കേട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ അവിടെ. മനസ്സിലായി. അപ്പം ചോദിച്ചു സോറി ഫോർ നോട്ട് ടേക്കിംഗ് പെർമിഷൻ. പക്ഷെ സാഹചര്യം ഇങ്ങനെയാണ്. പലപ്പോഴും ഈ കോടതികളിൽ അങ്ങനെ പലതും വരാറുണ്ട്. നമ്മളെ ഇതിപ്പോ കണ്ടിറങ്ങുന്ന ഈ വക്കീലമാർക്കോ അല്ലെങ്കിൽ ഒരു ജഡ്ജിയോട് കണ്ടാലൊന്നും ഇതൊരു മോശമാണ്, ഇത് എന്ത് പ്രൊസീജിയർ എന്ന് ഒരിക്കലും ചോദിക്കില്ല. ആ നല്ല കോൺഫിഡൻസ് ഉണ്ട്. എഴുതുന്നവർക്ക് അത് പലതും എഴുതാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് നമ്മളെ നന്നാക്കാനാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് നല്ല കോടതി ഇപ്പൊ ഒരു കേസ് വാദിക്കുന്ന കേട്ടിരുന്ന എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഞാൻ ആദ്യം തൊട്ട് വക്കീലന്മാർക്കും പ്രാക്ടീസ് ചെയ്യുന്ന അവരൊക്കെ പോയിരുന്ന് കേൾക്കും. അപ്പൊ സീനിയറായ അഭിഭാഷകരും പോയിരുന്ന് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ അങ്ങനെ വെറുതെ കേൾക്കാൻ പോയിട്ടുണ്ട് എന്റെ നാട്ടിലൊക്കെ. ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട് ശാന്തിയോട്, എനിക്ക് ഇതുപോലെ അല്ലാതെ കേൾക്കാൻ രസമാണ് അവർ കേൾക്കാൻ. അപ്പൊ ജഡ്ജിന്റെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. അപ്പം ഇത് പറഞ്ഞത് ഒന്നും ഇല്ലല്ലോ അല്ലേ, പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത് ചോദിക്കണം. അതൊക്കെ ഒരു സീരിയസ് അത് നടക്കുന്നതാണ് കോടതിയിൽ. എടുത്ത് ചോദിക്കുമല്ലോ. അതൊക്കെ നമുക്ക് ഇതിനകത്ത് ശരിക്കും വർക്കൗട്ട് ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ ദീപു പറഞ്ഞത് അവരെ എഴുതിയ 49 പേജുള്ള സ്ക്രിപ്റ്റ് നിങ്ങളുടെ തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ കാണിക്കാൻ അങ്ങനെ തന്നു എന്ന് കൂടെ ഒരു വാദം. ആ കഥ പറഞ്ഞ ഞാനതാ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോകുന്ന അച്ഛന്റെ കഥയാണ്. ആ അച്ഛന്റെ മുത്തശ്ശി ജഡ്ജിയായിട്ടിരിക്കും. സിനിമാറ്റിക് അല്ല. സാധാരണ കോടതിയിലൊന്നും ഒരു ജഡ്ജ് എന്റെ അറിവിൽ പറയാവുന്നതല്ല. ഇപ്പൊ ഹൈദറിന് പരിചയമുള്ള ഒരാള് നാളെ ജഡ്ജ് ആവണമെന്ന് വിചാരിക്കാം. ഒരിക്കലും ഹൈദറിന് സംബന്ധിക്കുന്ന ഒരു കേസും അദ്ദേഹം എടുക്കില്ല. അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പിന്നെ പോട്ടെ എന്തെങ്കിലും സിനിമാറ്റിക്. എന്നോടൊന്ന് വന്ന് പറഞ്ഞ കഥ വേറെ, ഈ കഥ വേറെ, നമ്മുടെ സിനിമയുടെ കഥ വേറെ. ചിലപ്പോ അദ്ദേഹം ആയിരിക്കില്ല, ചിലപ്പോ ട്രെയിലർ കണ്ടിട്ട് ആരെങ്കിലും പെട്ടെന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു കഥയായിരിക്കാം. പാവം ഒരു കോർട്ട് റൂം ഡ്രാമയും ആക്കിയതായിരിക്കും. എന്തായാലും നമ്മുടെ സിനിമ സൂപ്പറായി അല്ലേ? നമ്മള് സിനിമ സൂപ്പറായി. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.